100% സമത്വം, അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ജോലിയും കൂലിയും ലഭ്യമാകുന്ന ഒരു സമൂഹം, പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു അതാണ് സോഷ്യലിസം. എന്നാൽ ഇന്ത്യ സ്വതന്ത്രയായിട്ട് 76 വർഷമായിട്ടും ആ സോഷ്യലിസത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറയുന്നത് സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നതിന് ഇന്ത്യയിലെ ജനാധിപത്യ വിപ്ലവം പൂർത്തിയാവണമെന്നാണ്. എല്ലാ പൗരന്മാർക്കും അവസര സമത്വം കിട്ടുന്ന ഒന്നായി ഇന്ത്യയുടെ ജനാധിപത്യം മാറണമെന്നാണ്. അത് ഇന്ത്യൻ ബൂർഷ്വാസി ഫലപ്രദമാക്കിയിട്ടില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും BJP ഭരിക്കുമ്പോഴും ജനാധിപത്യപരമായി കാര്യങ്ങളിലേക്ക് നീങ്ങാനല്ല, ജനാധിപത്യപരമായ വീതം വെപ്പല്ല ഇന്ത്യയുടെ ധനത്തിൻ്റെയും അതുപോലെ തന്നെ സൗകര്യങ്ങളുടെയും വിഭവങ്ങളുടെ തുല്യമായിട്ടുള്ള വിതരണമല്ല ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പട്ടിണിക്കാർ കൂടുതൽ പട്ടിണിക്കാരും പണക്കാർ കൂടുതൽ പണക്കാരുമായിട്ട് മാറിയത്. ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് ആ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള ജോലി ചെയ്യണം, അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് മൂല്യമുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകണം. അതാണ് കേരളത്തിൽ ഞങ്ങൾ നടത്താൻ. അതിനെന്തൊക്കെ ചെയ്യണം? അതിന് പൂർണ്ണമായൊരു സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയയിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല. കാരണം ഒരു മുതലാളിത്ത ഫ്യൂഡൽ ആശയഗതി അനുസരിച്ച് ഭരിക്കുന്ന രാജ്യത്തിലൊരു സംസ്ഥാനമാണ്. അതിൻ്റെ നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ അതെല്ലാം ഞങ്ങൾക്ക് നേരെയും വരികയാണ്. അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ, തൊഴിലില്ലായ്മ പോലുള്ള വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ട് ചില സമീപനം, അതാണ് മൂലധനത്തിൻ്റെ നിക്ഷേപം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മൂലധന നിക്ഷേപം കേരളത്തിൽ ഉണ്ടായാലേ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും തൊഴിലില്ലായ്മയൊക്കെ പരിഹരിക്കാനും സാധിക്കും. അതൊരിക്കലും ഒരു നയംമാറ്റമല്ല. ഇന്ത്യ അതെ, ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. അതെ, കേന്ദ്ര കമ്മിറ്റി ഞങ്ങൾക്ക് അതിൽ വലിയ വേർതിരിവില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് ഉത്തരവാദിത്തം എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ തന്നെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുറേയും കൂടി ഗൗരവമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോകണം എന്നുള്ള ബോധമാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഞങ്ങളെല്ലാം നിരന്തരമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശൈലജ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കെ ശൈലജ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടി ഇടം പിടിക്കുകയാണ്, സെക്രട്ടേറിയറ്റിൻ്റെ കൂടി ഭാഗമാവുകയാണ്. നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സെക്രട്ടേറിയറ്റിൻ്റെ കൂടി ഭാഗമാകുന്നു. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയെ തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാന സമ്മേളനം. അതിൽ 2 പേർ ക്ഷണിതാക്കളാവുന്നു. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അതിൽ 3 പേർ പുതിയ അംഗങ്ങളായി എത്തുന്നു. 5 ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. EP ജയരാജനും TP രാമകൃഷ്ണനും ഇളവ് ലഭിക്കുന്നു. പ്രായപരിധി മാനദണ്ഡത്തിൽ AK ബാലനെ പോലെ PK ശ്രീമതിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഒഴിയുന്നു. 15 പുതുമുഖങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇടം പിടിക്കുന്നത്. അതിൽ 15 പുതുമുഖങ്ങളാണ് ഇടം പിടിക്കുന്നത്. അതിൽ 5 പേർ ജില്ലാ സെക്രട്ടറിമാരാണ്, 10 പേർ പുതുതായി എത്തുന്നു. അതിൽ 2 പേർ വനിതാ അംഗങ്ങളാണ്. മന്ത്രി R ബിന്ദുവും അതുപോലെ ശാന്തകുമാരി MLAയുമാണ് പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. 89 അംഗ സംസ്ഥാന സമിതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അത് 87 ആയിരുന്നു. നേരത്തെ ക്ഷണിതാക്കളായിരുന്ന 2 പേർ കൂടി വന്ന് അത് 89 അംഗ സംസ്ഥാന കമ്മിറ്റിയായി മാറുകയാണ്. VK സനോജിനെ പോലെ, V വസീഫിനെ പോലെ യുവനിരയെ കൂടി സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാക്കുന്നുണ്ട് പാർട്ടി. അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. M പ്രകാശൻ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. ജോൺ ബ്രിട്ടാസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരപ്പെടുത്തുന്നു. ശാന്തകുമാരി MLA ഇടം പിടിക്കുന്നു. കോട്ടയത്ത് നിന്ന് രഘുനാഥ്. അങ്ങനെ 89 അംഗ പട്ടികയാണ് സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്.